ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ജീവിതം ഒരു പ്രയാണമാണ്. അത് ഇന്നലെയിൽ നിന്ന് ഇന്നിലൂടെ നാളേക്ക് പ്രവഹിക്കുന്ന ഒരു നദിയാണെന്ന് പറയാം. ഓർമ്മദിനങ്ങളും തിരുനാളുകളുമൊക്കെ എപ്പോഴും നമ്മെ ഒരു ഓർമ്മയിൽ നിന്ന് ഇന്നിനെ നേരിടാനുള്ള കരുത്ത് നൽകി ഭാവി പ്രതീക്ഷയിലേക്ക് വളർത്തുകയാണ് ചെയ്യുക. ഓർമ്മകളെയെല്ലാം ജീവിതത്തിൻ്റെ പ്രയാണ ദിശയിൽ കരുത്തു പകരുന്ന അനുഭവങ്ങളാക്കി മാറ്റാൻ എങ്ങനെ പ്രയോഗിക്കാമെന്നാണ് തിരുനാളുകൾ ഓർമ്മപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനവും ആഘോഷിക്കുന്ന വേളയിൽ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ഓർമ്മകൾ എങ്ങനെയാണ് സ്വതന്ത്രമായ ഒരു ജീവിതത്തിന് നമുക്ക് കരുത്തു പകരുക എന്നാണ്. അടിമത്തത്തിൽ നിന്ന് വിമോചിതരാകുന്ന ഒരു സങ്കല്പം മനുഷ്യൻ എപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. ഒരു ചെറിയ കുട്ടി പോലും ജീവിതത്തിൽ ആരെങ്കിലും തന്നെ ഭാരപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടുന്നില്ല. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ധ്യാനാവസരത്തിൽ ധ്യാന ഹാളിലിരിക്കുകയാണ്. ആളുകളൊക്കെ ചായ കുടിക്കാൻ പോയ നേരത്ത് ഈ കുട്ടി അതിലൊന്നും ഭാഗവാക്കാകാതെ അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഒരു കൗതുകം തോന്നിയത് കൊണ്ട് ആ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ ചോദിച്ചു, എന്താണ് മുഖത്തൊരു വിഷമം? അവൻ പറഞ്ഞു, എന്തു പറയാനാ, എല്ലായിടത്തും ശല്യമാണ്. വീട്ടിൽ വന്നാൽ പഠിക്ക്, സ്കൂളിൽ ചെന്നാൽ പഠിക്ക്, മതിയായി ജീവിതം. 1-ാം ക്ലാസ്സുകാരനാണ്. നമ്മുടെയൊക്കെ കാലത്ത് കുട്ടികൾ വളരെ ലാഘവത്തോടെ നേരിട്ട ഒരു അധ്യയന വർഷമാണ് 1-ാം ക്ലാസ്സിലേത്. വലിയ കാര്യമായ ബലം പിടുത്തമൊന്നുമില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞ ഒരു കാലം. ഇന്ന് നിർബന്ധിതമായ വിദ്യാഭ്യാസത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ മാറിയപ്പോൾ കുട്ടികൾക്കത് ഭാരമായി. അരുത് എന്ന് ആരൊക്കെ പറയുന്നുവോ അവരോടൊക്കെ നമുക്കൊരു നിഷേധഭാവം ഉണ്ടാവും. അതുകൊണ്ടാണ് സ്വർണത്തിൻ്റെ കൂട്ടിലാണെങ്കിലും തത്ത നേരിടുന്നത് ഒരു പാരതന്ത്ര്യമാണ് എന്ന് കവി പാടിയത്. മറ്റുള്ളവർ നമ്മെ അടിമപ്പെടുത്തുന്നതും നമ്മുടെ മേൽ നുഖങ്ങൾ വെച്ച് കിട്ടുന്നതും ഒരിക്കലും നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഭാരപ്പെടുത്തലായിട്ടാണ് നാം അനുഭവിക്കുക. അത്തരം ഭാരപ്പെടുത്തലുകളെ അതിജീവിക്കാൻ ആവശ്യമായ ഒരു ബലം ആർജിക്കുക, അടിമനുഖങ്ങളിൽ നിന്ന് വിമോചനം പ്രാപിക്കുക എന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ്. ഇന്ത്യ സ്വതന്ത്രമായതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ കേവലം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് വിമോചനം നേടുക എന്നത് മാത്രമായിരുന്നില്ല ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യമെന്ന് നാം ഓർക്കണം. കാലാകാലങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ജാതീയമായ അടിമത്തത്തിൻ്റെ, വിവേചനത്തിൻ്റെ പിടിയിൽ നിന്ന്, ദുരാചാരങ്ങളുടെ പിടിയിൽ നിന്ന്, അധികാരവാഴ്ചകളുടെ പിടിയിൽ നിന്ന്, പ്രജയെന്നതിൽ നിന്ന് പൗരനായി വളരാനുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു ദാഹമാണ് സ്വാതന്ത്ര്യവാഞ്ചയായി പ്രകടമായത്. സ്വാതന്ത്ര്യം നേടി 3/4 നൂറ്റാണ്ട് പിന്നിടുമ്പോഴും നമ്മുടെ രാഷ്ട്രം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല എന്ന കാര്യം നമ്മോടാരും പ്രത്യേകം പറയേണ്ടതില്ല. അവഗണിക്കപ്പെടുന്ന അനേക കോടികൾ, ജീവിതത്തിൻ്റെ ദുരിതഭാരം പേറി അലയുന്ന ഒരു നാട് സ്വാതന്ത്ര്യമുള്ളതാണെന്ന് പറയാൻ കഴിയില്ല. ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യ കൂപ്പുകുത്തുകയാണ്. പത്രസ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലായാലും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലായാലും നേരിടുന്നത് വെല്ലുവിളികളാണ്. ജനാധിപത്യ രാഷ്ട്രമെന്ന് അവകാശവാദവും വീമ്പും പറയുമ്പോഴും നാട്ടിൽ ജനാധിപത്യം കേവലമായ കുത്തകാധിപത്യമായി തരം താഴുന്നുണ്ട്. അതുകൊണ്ട് ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിക്കുകയും ദരിദ്രനാരായണന്മാർ പെരുകുകയും ചെയ്യുന്നൊരു നാട്ടിലാണ് നമ്മൾ. സാമ്പത്തികമായി ഉന്നതിയിലെത്തുന്നു രാജ്യം എന്ന് പറയുമ്പോൾ പട്ടിണി ഗുരുതരമായി വളരുന്നു. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം വേണ്ടത് പ്രജയെന്നതിൽ നിന്ന് പൗരനായി ജീവിക്കാനുള്ള അവകാശത്തിലേക്ക് എത്തുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ ശേഷിയില്ലാത്തവരായി പോകുന്ന പത്രങ്ങളും മാധ്യമങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഒപ്പം തന്നെ സ്വരമില്ലാത്തവരായി പോകുന്ന അനേക കോടികൾ. തങ്ങളുടെ ജീവസന്ധാരണത്തിന് ആവശ്യമായവ രാഷ്ട്രം ഉറപ്പു നൽകുന്നില്ല എന്ന പരിതാപകരമായ സ്ഥിതിയെ ചോദ്യം ചെയ്യാൻ ശേഷിയില്ലാത്തവരായി പോകുന്നു ജനകോടികൾ. രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് അത് വർഗീയവൽക്കരിക്കപ്പെടുകയും മതമൗലികവാദത്തിന് പിടിയിലമരുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. തുല്യ പൗരരായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിൻ്റെ മുറിവുകൾ ഇന്ത്യയുടെ ഹൃദയത്തിൽ നിന്നും മായുന്നില്ല. നമുക്ക് നമ്മുടെ രാജ്യത്തിനകത്ത് വിവിധയിടങ്ങളിൽ നടക്കുന്ന കലാപങ്ങൾ അറിയാം. വേട്ടയാടപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ദളിത് സമൂഹങ്ങൾ, അവയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ കൊല ചെയ്യപ്പെടുന്നവരും പീഡയേൽക്കുന്നവരുമായ അനേകർ നിലകൊള്ളുന്ന ഒരു രാജ്യം എങ്ങനെയാണ് സ്വതന്ത്രമെന്ന് പറയാൻ കഴിയുക? സ്വാതന്ത്ര്യം ഒരു ഓർമ്മയായി മാത്രം ശേഷിക്കാനുള്ളതല്ല. അത് ഇന്നലെയിൽ നിന്ന് ഇന്നിനെ നേരിടാനുള്ള കരുത്ത് പകരുന്ന ഭാവി പ്രതീക്ഷയായ സമത്വസുന്ദരമായ ലോകത്തേക്ക് പ്രയാണം ചെയ്യാൻ കരുത്തു പകരേണ്ടതാണ്. നമുക്കത് കഴിയാതെ പോകുന്നു. നമ്മുടെ രാഷ്ട്രം ഇപ്പോഴും കുത്തകകളുടെയും മതവർഗീയ ശക്തികളുടെയും അടിമനുഖത്തിന് കീഴിൽ തന്നെയാണ്
എന്നതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനും ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിലൂടെ ആരംഭിച്ച സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടർച്ച ആനുകാലിക ലോകത്ത് നമ്മിലൂടെ നിറവേറ്റപ്പെടേണ്ടതും അനിവാര്യമായി തീരുന്നുണ്ട്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് കൂടി നാം ആലോചിക്കണം. സഹജീവികളുടെ ക്ഷേമത്തിന് വേണ്ടി, തൊട്ടടുത്തുള്ളവൻ്റെ വിശപ്പിന് വേണ്ടി ശബ്ദമുയർത്താനും നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും തിരികെ ലഭിക്കാൻ ആവശ്യമായ പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെടാനും നമുക്ക് കടപ്പാടുണ്ട്. ഇന്ത്യയിൽ ദളിത് സമൂഹങ്ങൾ അനുഭവിക്കുന്ന അടിച്ചമർത്തലുകൾക്കെതിരെ, വിവേചനങ്ങൾക്കെതിരെ പടപൊരുതിയ സ്റ്റാൻ സ്വാമിയെ നാം ഓർക്കണം. പൗരോഹിത്യം കേവലമായി ബലിമേശയിൽ മാത്രം തളച്ചിടപ്പെടുന്ന ഒന്നല്ലെന്നും അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവാർപ്പണം കൂടിയാണ് എന്ന് നമുക്ക് കാട്ടിത്തന്നയാളാണ് ഫാദർ സ്റ്റാൻ സ്വാമി അച്ഛൻ. സ്വരം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി, ശബ്ദിക്കാൻ ശേഷിയില്ലാത്തവർക്ക് വേണ്ടി, ബിഷപ്പിൽ എരിയുന്നവർക്ക് വേണ്ടി, തെരുവിൽ അലയുന്നവർക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുക എന്നത് ഒരു സുവിശേഷ ദൗത്യമാണ് എന്നത് നാം തിരിച്ചറിയാതിരുന്നുകൂടാ. സ്വാതന്ത്ര്യദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം സ്വാതന്ത്ര്യത്തിലാണ് എന്ന ഒരു മൂഢസ്വർഗത്തിൽ വ്യാപരിക്കാനല്ല, നമുക്ക് മാനുഷികതയിൽ തുല്യതയും നീതിയും സമത്വവുമുള്ള ഒരു ലോകം പടുത്തുയർത്താൻ പരിശ്രമം തുടരേണ്ടതുണ്ട്. ആ ഓർമ്മപ്പെടുത്തലാണ് ഈ സ്വാതന്ത്ര്യദിനം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ നമുക്കേവർക്കും നമ്മുടെ പൗരബോധത്തിൽ ഉണർന്ന് സഹജീവികളുടെ വിമോചനത്തിനും സുരക്ഷിതത്വത്തിനും നിലനിൽപ്പിനും വേണ്ടി ശബ്ദമുയർത്താനുള്ള കടപ്പാടുണ്ട്. അതിനെതിരായി വരുന്ന എല്ലാത്തരം മതമൗലികവാദ വർഗീയ ചിന്തകളെയും അതിജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലാണ് സ്വാതന്ത്ര്യദിനം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. കരുത്തുള്ള ഹൃദയത്തോടെ, ധാർമ്മിക ബോധത്തോടെ അപരോന്മുഖമായൊരു ജീവിതം നയിക്കാൻ ഈ സ്വാതന്ത്ര്യദിനം നമ്മെ ഓർമ്മപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി സ്വാതന്ത്ര്യത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റണം. സ്വാതന്ത്ര്യം കേവലമായ രാഷ്ട്രീയമായൊരു കാര്യം മാത്രമല്ല, സാമൂഹികമായ ഒരു പ്രശ്നം കൂടിയാണ് സ്വാതന്ത്ര്യം. എല്ലാവർക്കും തുല്യനില ഉണ്ടാക്കുക എന്നത് രാഷ്ട്രീയത്തിൻ്റെ പ്രയോഗ വഴിയിലെ ഒരു ഭാഗം മാത്രമാണ്. യഥാർത്ഥത്തിൽ സാമൂഹ്യ ബന്ധങ്ങൾക്കകത്ത്, വ്യക്തിബന്ധങ്ങൾക്കകത്ത് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് സ്വാതന്ത്ര്യം ജീവിതത്തിൽ അനുഭവപ്രദമായി മാറുക. 2-3 തലങ്ങൾ നമുക്കതിന് കാണാം. സാമൂഹ്യമായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന മനുഷ്യർ, ജാതി വിവേചനമായിട്ടും ദളിത് പീഡനമായിട്ടും ഒക്കെ ഇപ്പോഴും നിലവിലുള്ള കാര്യമാണ്. ജാതിയില്ല എന്നൊക്കെ പറയുമ്പോഴും ജാതി നിലനിൽക്കുന്നുണ്ട്. അത് പൊതുസമൂഹത്തിൽ മാത്രമല്ല, സഭയ്ക്കുള്ളിൽ പോലും. അങ്ങനെയാണല്ലോ ദളിത് ക്രൈസ്തവരുണ്ടാകുന്നത്, ഉയർന്നവരും താഴ്ന്നവരും ഉണ്ടാകുന്നത്. ക്രിസ്തുവിലെല്ലാവരും സ്വതന്ത്രരും തുല്യരും സഹപൗരന്മാരുമാണ് എന്നിരിക്കെ നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണെന്ന് ഗലാത്യ 3:26 പറയുമ്പോഴും ഒന്നാകാതിരിക്കുന്നുണ്ട് നമ്മൾ എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് മൂടി വെച്ചിട്ട് കാര്യമില്ല. രക്തശുദ്ധി പറയുന്നവർ ഇപ്പോഴും സഭയിലുണ്ട്. ഉച്ചനീചത്വങ്ങൾ പറയുന്ന സാമൂഹ്യ വിഭാഗങ്ങൾ സഭയ്ക്കകത്ത് ഇപ്പോഴുമുണ്ട്. തങ്ങളാണ് പ്രമാണിമാർ എന്ന് വിചാരിക്കുന്ന ക്രൈസ്തവികതയ്ക്കകത്ത് തന്നെ തട്ടുതട്ടുകളായി തിരിയുന്നവർ നമ്മോട് കൂടെ ഉണ്ട് എന്ന കാര്യം ഓർക്കാതിരുന്നുകൂടാ. പ്രത്യക്ഷത്തിൽ നാം ജാതിയൊന്നും പറയില്ല, പക്ഷേ ഒരാളെ കാണുമ്പോൾ നമ്മൾ അയാളോട് പേര് ചോദിക്കും. പേര് ചോദിക്കുമ്പോൾ ഇപ്പോഴത്തെ പേരുകളാണെങ്കിൽ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ജാതി പറയാൻ പറ്റാത്ത തരത്തിലുള്ള പേരിൻ്റെ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഒരു പേര് പറയുമ്പോൾ ചോദിക്കും, മുഴുവൻ പേര് പറയാൻ പറയും. മുഴുവൻ പേരിൻ്റെ പുറകിൽ എവിടെയെങ്കിലും മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ അംശങ്ങൾ കാണാൻ പറ്റും. രണ്ടാമത് ചോദിക്കുന്നത് ഏത് രൂപതയാണെന്നാണ്. രൂപത ചോദിക്കുമ്പോഴും അറിയാൻ പറ്റും. അങ്ങനെ മേൽക്കോയ്മകൾ ഇപ്പോഴും നാട് വാഴുന്നുണ്ട്, ഇപ്പോഴും വിഭജിച്ച് നിർത്തുന്നുണ്ട്. അതുകൊണ്ട് സഭാശരീരത്തിലുള്ള ചിലർ അത്രത്തോളം മെച്ചപ്പെട്ടവരല്ല എന്ന് നാം പറയാതെ പറയുന്നുണ്ട് പലപ്പോഴും. അത് ഉന്നതരായ ശുശ്രൂഷകരടക്കം ഇപ്പോഴും പുലർത്തുന്നുണ്ട് എന്ന കാര്യം നാം ഈ ആനുകാലിക ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിയേണ്ടതുണ്ട്. ക്രിസ്തുവിലാകുന്നവർ ഒന്നായിത്തീരുന്നു എന്ന പരമമായ സത്യത്തെ, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയാണ് പലപ്പോഴും നമ്മൾ. സ്ത്രീകൾ അടിമകളായിരിക്കണമെന്നും അവർ ഭർത്താക്കന്മാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടവരാണെന്നും പറയുന്നതും വിവേചനം തന്നെയാണ്. സ്ത്രീകൾ അടിമത്തം നേരിടുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അടിമതുല്യമായ ജീവിതമാണ് നയിക്കുന്നത്. സ്വന്തം ആഗ്രഹവും അഭീഷ്ടവും കഴിവുമനുസരിച്ചല്ല മക്കൾ വളരുന്നത്. അപ്പൻ
പാട്ടുപാടാൻ ആഗ്രഹമുള്ളയാളായിരുന്നു. അപ്പനത് പാടാൻ കഴിഞ്ഞില്ല. കുട്ടിയെ കൊണ്ട് പാടിക്കാനുള്ള ശ്രമമാണ്. യഥാർത്ഥത്തിൽ കുട്ടിക്ക് ഓടാനാണ് കഴിവുള്ളത്. അവൻ്റെ താല്പര്യം അതാണ്. ആ കുട്ടിയെ ഓടാൻ വിടാതെ പാടാനായി നമ്മൾ നിർബന്ധിക്കുന്നു. അതിപ്പോഴും തുടരുന്നുണ്ട്. അങ്ങനെ വിവേചനങ്ങളും അടിമത്തങ്ങളും നമ്മുടെ ഇടയിലും നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം ആത്മവിമർശനപരമായി, സ്വയം വിമർശനപരമായി നാം തിരിച്ചറിയണം. സ്വാതന്ത്ര്യം എന്നത് എല്ലാവർക്കും തുല്യത ഉണ്ടാവേണ്ട ഒരു സ്ഥലമാണ്. അത് എനിക്ക് എന്തും ചെയ്യാനുള്ള അവകാശമല്ല. മറ്റുള്ളവർക്ക് തുല്യമായ പങ്കാളിത്തവും സഹവർത്തിത്വവും അനുവദിക്കുന്ന ഒരു മനോഭാവമാണത്. സ്വാതന്ത്ര്യം ആരുടെയെങ്കിലുമൊക്കെ ഇച്ഛയ്ക്കനുസരിച്ച് നടപ്പിലാക്കാനുള്ളതല്ല. അത് എല്ലാവർക്കും ഇടം കൊടുക്കേണ്ടതാണ്. ഏറ്റവും ചെറിയ ശബ്ദത്തെയും അവഗണിക്കാതിരിക്കലാണ്. ഒരാളെയും തരം താഴ്ത്താതിരിക്കലാണ്. നാം ചിന്തിക്കേണ്ടതുണ്ട്. സാമൂഹ്യമായൊരു സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ലോകത്തെ ശക്തമാക്കേണ്ടത് സാഹോദര്യത്തിലൂന്നിയ, സ്നേഹത്തിലൂന്നിയ ക്രൈസ്തവ വിശ്വാസമാണ്. ആ വിശ്വാസത്തിനകത്ത് പോലും തട്ടുതിരിവുകൾ ഉണ്ടാകുന്നതും ഉച്ചനീചത്വങ്ങൾ ഉണ്ടാകുന്നതും പള്ളിയിൽ തന്നെ പ്രമാണിമാരും അധസ്ഥിതരുമുണ്ടാകുന്നതുമൊക്കെ നാം ചിന്തിക്കേണ്ടതുണ്ട്. ഈ വഴി യഥാർത്ഥത്തിൽ സ്വർഗത്തിലുള്ള യാത്രയ്ക്ക് അനുഗുണമാണോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. ക്രിസ്തു വന്നത് എല്ലാവരുടെയും ഇടയിലേക്കാണ്. അവൻ സമരിയാക്കാരെ എതിർക്കുന്നില്ല, കാനാൻകാരെ വിമർശിക്കുന്നില്ല. എല്ലാവരോടും കൂടെ ആയിരിക്കുന്ന ഒരുവനായിട്ടാണ്. അവൻ നല്ലവരെയും ചീത്തവരെയും വേർതിരിക്കുന്നില്ല. എല്ലാവരോടും കൂടെയുള്ളവനായിട്ടാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള, എല്ലാവർക്കും വ്യക്തിത്വമുള്ള, എല്ലാവരുടെയും അസ്തിത്വത്തെ മാനിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് ഉയരാൻ കഴിയുകയാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യമായ സ്വാതന്ത്ര്യം. സാമ്പത്തികമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന മനുഷ്യൻ വീണ്ടും ചെന്നെത്തുന്നത് വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിമിതികളിലേക്കാണ്. നമ്മെ യഥാർത്ഥത്തിൽ അടിമപ്പെടുത്തുന്നത് നാം തന്നെയാണ് എന്ന് തിരിച്ചറിയണം. ബാഹ്യമായ അടിമപ്പെടുത്തലുകൾ ജാതിയുടെയും വർണ്ണത്തിൻ്റെയും മതത്തിൻ്റെയും അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ പേരിൽ നടക്കുന്നുണ്ട്, പ്രകൃതത്തിൻ്റെ പേരിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം നമുക്കറിയാം. അതോടൊപ്പം തന്നെ അതിനേക്കാൾ കൂടുതൽ ശക്തമായ ഒന്നായി നാം നമ്മുടെ അടിമകളായി പോകുന്നു എന്ന കാര്യം നാം തിരിച്ചറിയണം. സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും യുക്തിക്കുമൊക്കെ അടിമകളായി പോകുന്ന ഒരു കുറവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. യഥാർത്ഥ സ്വാതന്ത്ര്യം ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാണ്. എല്ലാവരും ദൈവമക്കളാണ് എന്ന് കരുതാൻ ഒരാൾക്ക് ഉൾവെളിച്ചമുണ്ടാകുമ്പോഴാണ് അയാളിൽ നിന്ന് വിമോചിതനാകുക. നമ്മെ തടവിലാക്കുന്ന ഏറ്റവും വലിയ കൂട് നാം തന്നെയാണ്. നാം തന്നെ നമ്മിൽ അടിമപ്പെട്ടു പോകുന്നുണ്ട്. ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടിയൊക്കെ ശാഠ്യം പിടിക്കുമ്പോൾ നാം വിചാരിക്കുന്നത് നാം എന്തോ നേടുന്നുവെന്നാണ്. വാസ്തവത്തിൽ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം ഇത്രത്തോളം ഇടുങ്ങിയവരാണെന്നും സ്വാതന്ത്ര്യം പ്രാപിക്കാത്തവരുമാണെന്നുമാണ്. സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി ശാഠ്യം പിടിക്കുമ്പോഴും അവയിൽ വിജയം നേടുമ്പോഴും നാം മനസ്സിലാക്കേണ്ടത് നാം നമുക്ക് തന്നെ അടിമകളായി ജീവിക്കുന്നു, തീർത്തും സ്വാതന്ത്ര്യമില്ലാത്തവരായിട്ടാണ് നാം പ്രവർത്തിക്കുന്നതെന്നാണ്. അവരനെ മാനിക്കാനും അംഗീകരിക്കാനും നമുക്ക് കഴിയാതെ പോകുന്നു. എത്രത്തോളം സാമൂഹ്യമായ വിവേചനങ്ങൾക്കാണ് നാം നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഇടം കൊടുത്തിട്ടുള്ളത്. മറ്റു സമുദായത്തിലുള്ളവരെ അല്ലെങ്കിൽ വിശ്വാസ സമൂഹങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. എത്രത്തോളം പേരെ അകറ്റി നിർത്തിയിട്ടാണ് നാം എല്ലാവരോടും കൂടെയാണെന്നും ദൈവമക്കളാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാം ദൈവമക്കളാണെന്ന് പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് എല്ലാവരും ദൈവമക്കളാണെന്നാണ്. എല്ലാവരും ദൈവമക്കളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ എല്ലാവർക്കും ഇടമുണ്ട് ഭൂമിയിൽ എന്ന് പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എല്ലാവർക്കും ഇടമുണ്ട് ജീവിതത്തിൽ എന്ന് പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അവരത്വത്തെ നിഷേധിച്ചുകൊണ്ട് ഒരു സ്വാതന്ത്ര്യമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നാം ഒരു അടിമത്വത്തിലാണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ നല്ലവനും നിങ്ങൾ മോശവുമെന്ന് എവിടെയൊക്കെ നമ്മൾ വേലി കെട്ടിത്തിരിക്കുന്നുണ്ടോ, നിങ്ങൾ എൻ്റെ ശത്രുവാണെന്ന് പറഞ്ഞ് വേലി കെട്ടിത്തിരിക്കുന്നുണ്ടോ, അവിടെയൊക്കെ ഞാൻ പരിമിതപ്പെട്ടു പോകുന്നു, ഞാൻ എൻ്റെ അറിവില്ലായ്മയിലേക്ക് പോകുന്നു. അജ്ഞത ഒരു അന്ധകാരമായി, ഒരു അടിമത്തമായി എൻ്റെ മേൽ ഭരണം നടത്തുകയാണ്. ഞാനത് തിരിച്ചറിയാതെ പോകുന്നുവെന്ന് മാത്രം. ദൈവം എങ്ങനെയാണ് പരിശുദ്ധനാകുന്നത്? ദൈവം എല്ലാറ്റിലുമുണ്ട്, എല്ലാവരോടും കൂടെയുണ്ട്, സകലത്തിലും വ്യാപിച്ച ഒരുവൻ, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരുവൻ. എന്നിട്ടോ ദൈവം തിന്മകളിൽ പെടാതിരിക്കുന്നു, ഒരു തിന്മയിലും ഭാഗഭാഗിത്വം ഇല്ലാതെ അതേസമയം എല്ലാവരോടും കൂടെ ആയിരിക്കുന്ന ഒരുവൻ. നമുക്ക് എല്ലാവരെയും സ്വീകരിക്കാൻ കഴിയേണ്ടതുണ്ട്. എല്ലാവരും പറയുന്ന ആശയങ്ങളെ സ്വീകരിക്കണമെന്നല്ല, എല്ലാവരെയും സ്വീകരിക്കാൻ കഴിയണമെന്നുണ്ട്. ആശയപരമായി, പ്രത്യയശാസ്ത്രപരമായി, വിശ്വാസപരമായി വിയോജിപ്പുകൾ ഉള്ളപ്പോഴും അതിനെല്ലാം ഉപരിയായി ഇതൊക്കെ പറയുമ്പോഴും നാം ഒന്നു തന്നെയാണെന്നും
നാം ദൈവത്തിലാണെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ പിന്നെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ എന്താണ് ന്യായമുള്ളത്? ലോകത്ത് അക്രമകാരികളുണ്ട്, മതഭീകരരുണ്ട്. അവരൊക്കെ മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാണ് നമുക്ക് കഴിയുന്നതെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ക്രിസ്തു എങ്ങനെയാണ് സ്വതന്ത്രനായിരിക്കുന്നത്? ക്രിസ്തു എല്ലാവരുടെയുമാണ്, എല്ലാവരിലുമാണ്. അവൻ ആരെയും നിഷേധിക്കുന്നില്ല. അവൻ നന്മ ചെയ്യുന്നവനെയും തിന്മ ചെയ്യുന്നവനെയും വേർതിരിക്കാനല്ല, തിന്മ ചെയ്യുന്നവനെ മാറോട് ചേർക്കാനാണ് ശ്രമിക്കുക. അവൻ അടിയേറ്റതും പീഡ അനുഭവിച്ചതും കുരിശിൽ മരിച്ചതും മനുഷ്യന്റെ കോപത്തെ, മനുഷ്യന്റെ വിദ്വേഷത്തെ സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ചുകൊണ്ട് വിദ്വേഷത്തിൻ്റെയും കോപത്തിൻ്റെയും കെട്ടിൽ നിന്നും അവനെ മോചിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു സുഹൃത്ത് ഒരിക്കൽ ചോദിക്കുന്നത് കേട്ടു, ക്രിസ്തു ഒരു ചെകിടത്തടിച്ചാൽ മറു ചെകിട് കാണിച്ചു കൊടുക്കാൻ ക്രിസ്തു പറഞ്ഞു. അത് ഒരു അപ്രായോഗികമായ കാര്യമല്ലേ? അതുകൊണ്ട് എന്ത് മെച്ചമാണ് മനുഷ്യ സമൂഹത്തിനുണ്ടാകുക? ഒരുവന്റെ അടി നാം ഏൽക്കുമ്പോൾ നിശ്ചയമായും ആ അടി സ്വീകരിക്കുന്ന നാം അവരൻ്റെ കോപത്തെ ശമിപ്പിക്കുന്നുണ്ട്. ഈ അവരൻ്റെ കോപത്തെ ശമിപ്പിക്കുകയാണ് വിദ്വേഷത്തിന്റെ കെട്ടിൽ നിന്നും അടിമത്വത്തിൽ നിന്നും അവനെ മോചിപ്പിക്കാനുള്ള മാർഗം. യേശുവിനെ തന്നെ കുരിശിൽ തറച്ചില്ലേ, കണ്ടില്ലേ, അവൻ പറഞ്ഞത് പാഴായിപ്പോയെന്നാണ് ഈ സുഹൃത്ത് ഒരു ചർച്ചയുടെ മധ്യേ പറയുന്നത്. ക്ഷമിക്കാൻ പറഞ്ഞവൻ, എത്രത്തോളം ഒരു സഹനത്തിലൂടെ പോകാൻ പറഞ്ഞവൻ ഒടുവിൽ ആ സഹനത്തിന് തന്നെ ബലിയായി മാറിയില്ലേ എന്നാ ചോദ്യം. നാം ഓർക്കേണ്ടതുണ്ട്, എങ്ങനെയാണ് നമുക്ക് മാലിന്യങ്ങൾ നീക്കാൻ പറ്റുക? നിങ്ങൾ ഈ പശു പ്രസവിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും. പശു പ്രസവിക്കുമ്പോൾ ആ കുട്ടി പുറത്തു വന്ന ഉടനെ അതിൻ്റെ പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ ഈ അമ്മ ഭക്ഷിക്കും. അങ്ങനെ അമ്മ ഈ അഴുക്കുകളൊക്കെ ഭക്ഷിച്ച് ആ കുട്ടിയെ വൃത്തിയാക്കി എടുക്കും. അതേപോലെ നമ്മെ ദൈവസ്നേഹത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി, നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി അവൻ പീഡയേൽപ്പിക്കപ്പെടുന്നു, അവൻ ബന്ധിതനാകുന്നു. അവൻ്റെ ബന്ധനം അവനെ പരിമിതപ്പെടുത്തുന്ന ഒരു കാര്യമല്ല, അവൻ എന്നൊക്കെ നശിപ്പിക്കുന്ന കാര്യമല്ല. അവൻ അതൊക്കെ സ്വീകരിക്കുമ്പോൾ, മനുഷ്യന്റെ വിദ്വേഷവും അസൂയയും ഒക്കെ അവൻ ഏറ്റുവാങ്ങുമ്പോൾ, അവൻ അതെല്ലാം സ്വീകരിച്ച് അവൻ പീഡയേറ്റ് സഹനത്തിലൂടെ ഒരു വിമോചന മാർഗം തുറക്കുന്നുണ്ട്. നമ്മൾ മറ്റൊരാളുടെ കോപം ശമിപ്പിക്കുക എങ്ങനെയാണ്? ഇപ്പം നമ്മൾ ഒരാൾ അടിക്കുന്നു. അങ്ങനെ അടിക്കുമ്പോൾ സ്വാഭാവികമായും അടിക്കുന്ന ആൾക്ക് എന്താ സംഭവിക്കുക? അയാളുടെ കോപം ശമിക്കും. എറണാകുളം ജില്ലയിൽ കുരിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ അരികിൽ ബെഞ്ചിലിരിക്കാനായിട്ട് ഒരു സഹോദരൻ എല്ലാ ദിവസവും വൈകിട്ട് വരുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മാർട്ടിൻ എന്ന് തന്നെയാണ്. അതിന് രണ്ട് കാലിനും സ്വാധീനമില്ല. ആ രണ്ട് കാലിനും സ്വാധീനമില്ലാത്ത ആ മനുഷ്യൻ അതിലൂടെ കടന്നു പോകുമ്പോൾ ഒരാൾ വന്ന് അയാളെ കരണത്തടിച്ചു, കുറെ അസഭ്യവും പറഞ്ഞു. എന്തിനാണ് ചെയ്തതെന്ന് ഈ മാർട്ടിന് മനസ്സിലായില്ല. എങ്കിലും അയാൾ തൻ്റെ മറുകരണം കാണിച്ചു കൊടുത്തു. ഒരു കരണത്തടിക്കുമ്പോൾ മറുകരണം കാണിച്ചു കൊടുക്കുക എന്നത് ക്രിസ്തുവിൻ്റെ പാഠമാണെന്ന് ലോകം കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യുന്നത് സ്വാഭാവികമായും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഒരു കരണത്തടി കൊള്ളുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാനെങ്കിലും ശ്രമിക്കും. പക്ഷെ ഈ മനുഷ്യൻ മറുകരണം കാണിച്ചു കൊടുത്തു. അങ്ങനെ മറ്റേയാൾ കുറെ അസഭ്യമൊക്കെ കൂടി പറഞ്ഞിട്ട് അയാൾ പോയി. മാർട്ടിൻ തിരികെ വീട്ടിലേക്ക് പോയി. മനസ്സിന് ഭയങ്കര പ്രയാസം ഉണ്ടായി, അകാരണമായി. പ്രത്യേകിച്ചും അംഗവിഹീനനായ, എതിർക്കാൻ ശേഷിയില്ലാത്ത താൻ അടിയേറ്റല്ലോ ദൈവമേ എന്നയാൾ വിചാരിക്കുകയും ചെയ്തു. വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി. രാത്രി ഒരു 11 മണിയായപ്പോൾ മാർട്ടിൻ്റെ വീടിൻ്റെ വാതിലിൽ ഒരു മുട്ട് കേട്ടു. വാതിൽ തുറന്നു നോക്കിയപ്പോൾ കൃത്യമായി തന്നെ വൈകുന്നേരം അടിച്ചയാൾ. മാർട്ടിൻ വിചാരിച്ചു ഇയാൾ വെറുതെ അടിച്ചതല്ല, എന്തോ രൂക്ഷമായ കാരണം പിറകിലുണ്ട്, എന്തോ തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ട് രാത്രി തന്നെ വീണ്ടും ആക്രമിക്കാൻ ഇയാൾ വന്നിരിക്കുകയാണെന്നാണ് മാർട്ടിൻ കരുതിയത്. സംഭവിച്ചത് അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ്. വന്നയാൾ പൊട്ടിക്കരയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ തടയാതിരുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് കോപിക്കാതിരുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് മറുകരണം കാണിച്ചു തന്നത്? അയാൾക്ക് അതിന് ഉത്തരവില്ല. ആ ഉത്തരമില്ലായ്മ അയാളെ നയിക്കുന്നത് ഒരു വെളിച്ചത്തിലേക്കാണ്. തൻ്റെ കോപം ശമിപ്പിക്കാൻ ഒരുവൻ പീഡയേറ്റത് അയാൾക്ക് സഹിക്കാനാവുന്നില്ല. മനുഷ്യകുലത്തിന് മുമ്പിൽ ക്രിസ്തു ക്രൂശിതനായിരിക്കുന്നത് നിസ്സാര കാര്യമല്ല. അവൻ എനിക്ക് വേണ്ടി പീഡയേറ്റു എന്നത് എൻ്റെ ഹൃദയത്തെ ദ്രവിപ്പിക്കുന്ന കാര്യമാണ്. ഓരോ തിന്മ ചെയ്യുമ്പോഴും, ഓരോ ലോകസുഖങ്ങളുടെ പിന്നാലെ പായുമ്പോഴും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവനെ ക്രൂശിക്കുന്ന പ്രവൃത്തിക്ക് ആമേൻ പറയുകയാണെന്ന് തിരിച്ചറിയാവുന്നത് കൊണ്ട് അപ്രകാരമുള്ള ഓരോ സന്ദർഭങ്ങളിലും ക്രിസ്തു നമുക്ക് വെളിച്ചമായി മാറുന്നുണ്ട്, അകത്ത് ഒരു പിളർപ്പായിട്ട് മാറുന്നുണ്ട്. ശിലറ്റം പ്രിയപ്പെട്ടവരെ, അവൻ്റെ മുറിവുകൾ തിരുമുറിവുകളാകുന്നത് അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സഹനങ്ങളും വേദനകളും ഒക്കെ അവരന് വിമോചനം നൽകുന്നതായി മാറേണ്ടതുണ്ട്.
അവരന് സ്വാതന്ത്ര്യം കൊടുക്കാൻ, അവരനായിരിക്കുന്ന കെട്ടിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നാം പ്രയോഗിക്കേണ്ടത്. സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യാനുള്ള അവകാശമല്ല. സ്വാതന്ത്ര്യം എനിക്ക് അവരനെ നേടാനുള്ള വഴിയാണ്. അവരന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കാനുള്ള വേദിയാണ്. ദൈവേഷ്ടത്തിന് വിധേയപ്പെടാനുള്ള വേദിയാണ്. ഉത്ഭവവരപ്രസാദത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നന്മ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടായിരുന്നു. അത് നമുക്ക് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് വാസ്തവത്തിൽ സ്വാതന്ത്ര്യം എന്ന് നാം തിരിച്ചറിയണം. എനിക്ക് എന്നിൽ നിന്ന് പുറത്തു കടക്കാനുള്ള, ഞാൻ എന്നിൽ അനുഭവിക്കുന്ന ഒരു അടിമത്വം, ഇഷ്ടങ്ങളുടെ, താല്പര്യങ്ങളുടെ, അഹങ്കാരത്തിൻ്റെ ഒരു അടിമത്വത്തിൽ നിന്ന് എനിക്ക് പുറത്തു കടക്കാൻ കഴിയുക. സ്വാർത്ഥത്തിൻ്റെ പിടിയിൽ നിന്ന് പരസ്നേഹത്തിൻ്റെ വെളിച്ചത്തിലേക്ക് എനിക്ക് കടക്കാൻ കഴിയുന്നതിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം. എനിക്കെന്തെങ്കിലും വേണമെന്ന് പറയുന്നതിനേക്കാൾ സ്വാതന്ത്ര്യം കൂടുതൽ വേണം എനിക്കൊരു ലോക സന്തോഷം വേണ്ടെന്ന് പറയാൻ. ലോകത്തിൻ്റെ സന്തോഷങ്ങളുടെ പിന്നാലെ പായുകയും സമ്പത്തിൻ്റെ പിന്നാലെ പായുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒഴുക്കിന് പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ എനിക്കത് വേണ്ട എന്നൊരാൾക്ക് പറയണമെങ്കിൽ അതിനയാൾ ബലപ്രയോഗം നടത്തിയേ മതിയാകൂ. അങ്ങനെ അയാളിൽ നിന്ന് തന്നെ നേടുന്ന മോചനത്തെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റുക. നാം ആലോചിച്ച് നോക്കണം, നാം സ്വതന്ത്രരാണോ? രാജ്യം സ്വതന്ത്രമാണെന്ന് പറയുന്നു, ഇപ്പോഴും രാഷ്ട്രീയ അടിമത്വം നിലനിൽക്കുന്നു. സാമൂഹ്യമായ സ്വതന്ത്രരാണെന്ന് പറയുന്നു, അപ്പോഴും സാമൂഹികമായ വിവേചനങ്ങൾ നിലനിൽക്കുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നു, അപ്പോഴും ദരിദ്രരും കുത്തകളുമായിട്ട് രാജ്യത്ത് നിലനിൽക്കുന്നു. ഞാൻ സ്വതന്ത്രനാണെന്ന് പറയുന്നു, പക്ഷെ അപ്പോഴും എനിക്ക് എന്നിൽ നിന്ന് വിമോചനം പ്രാപിക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധ അമ്മയെ നാം ഓർക്കേണ്ടത് ഇവിടെയാണ്. പരിശുദ്ധ അമ്മ അവനവൻ്റെ കെട്ടിൽ നിന്ന് വിമോചിതയായി. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് അവൾ പറയുന്ന ആ നിമിഷം അവളിൽ നിന്ന് വിമോചിതമായിട്ടാണ് വിമോചകനായ ക്രിസ്തുവിനെ ലോകത്തിന് നൽകാൻ തയ്യാറാകുന്നത്. ദൈവം എപ്പോഴും നമ്മോട് കൂടെ വരാൻ താല്പര്യമുള്ളയാളാണ്. ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുള്ളയാളാണ്. പക്ഷെ നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല. കാരണം നമുക്ക് ദൈവത്തെ എപ്പോഴും ആവശ്യമില്ല. നമുക്ക് ദൈവത്തെ എപ്പോഴാണ് ആവശ്യമുള്ളത്? നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ ദൈവത്തെ ആവശ്യമുണ്ട്. ഭയമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ദൈവത്തെ ആവശ്യമുണ്ട്. വീണു പോകുമ്പോൾ താങ്ങാൻ ദൈവത്തെ ആവശ്യമുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ സന്തോഷങ്ങളിൽ നമുക്ക് ദൈവത്തെ ആവശ്യമുണ്ടോ? നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ദൈവത്തിനെതിരായി മാറുമ്പോൾ ദൈവത്തെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവങ്ങളായി പ്രതിഷ്ഠിക്കും. അങ്ങനെ ക്രിസ്തുവാണ് ദൈവമെന്ന് അധരം കൊണ്ട് പറയുമ്പോഴും ഹൃദയം കൊണ്ട് പണമാണ് ദൈവമെന്ന് നാം പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഒരു അടിമത്വം നാം നേരിടുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. യോഹന്നാൻ 8:32 അവിടെ നിന്ന് പറയുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എന്താണ് സത്യം? സത്യം നാശമില്ലാത്ത ഒന്നാണ്. നാശമില്ലാത്ത ഒന്നായ വചനമായ ക്രിസ്തു ഹൃദയത്തെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും. യഥാർത്ഥ സ്വാതന്ത്ര്യം ക്രിസ്തുവിൽ നാം ആയിരിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ അടിമയായിരിക്കുകയാണ്. സാധാരണ അടിമത്വം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ വേദനയാണ്. അത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിൻ്റെ വിമോചനത്തെക്കുറിച്ചായാലും ലോകത്തുണ്ടായ എല്ലാത്തരം അടിമത്തങ്ങളെക്കുറിച്ചായാലും നമുക്ക് അടിമ എന്ന വാക്ക് അല്പം വേദനാജനകമായ വാക്കാണ്, ഇഷ്ടമില്ലാത്ത വാക്കാണ്. വാസ്തവത്തിൽ നാം ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ദൈവത്തിനൊരാൾ അടിമയായി തീരുമ്പോൾ അയാൾ ലോകത്തിൽ ശ്രേഷ്ഠനായിട്ട് മാറും, അല്ലെങ്കിൽ ലോകത്തിൽ സ്വാതന്ത്ര്യമുള്ളവനായിട്ട് മാറും. മറിയം ദൂതനോട് പറയുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന വാക്കല്ല, ദുലയ്യ എന്ന വാക്കാണ്. ദുലയ്യ എന്ന വാക്കിനർത്ഥം അടിമയായിരിക്കൽ എന്നാണ്. അടിമയായിരിക്കുക വഴിയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അമ്മയായിട്ട് അവൾക്ക് മാറാൻ പറ്റുക. രണ്ട് തരത്തിലാണല്ലോ വംശങ്ങളെക്കുറിച്ച് പറയുക, അടിമയുടെ മക്കളും സ്വതന്ത്രയുടെ മക്കളും. നമ്മൾ സ്വതന്ത്രയുടെ മക്കളായിത്തീരുന്നത് ക്രിസ്തുവിലാണ്. നാം സാഹോദര്യത്തിലേക്ക് വിളിക്കപ്പെടുമ്പോൾ നാം ഒരു അടിമത്തത്തിൽ നിന്ന് വിമോചനം നേടുന്നുണ്ട്. ആ അടിമത്വം നമ്മെ തന്നെ അടിമപ്പെടുത്തുന്ന ലോകശക്തികളുടെ അധീശത്വത്തിൽ നിന്നുള്ള മോചനമാണ്, പൈശാചിക പ്രലോഭനങ്ങളുടെ അധീശത്വത്തിൽ നിന്നുള്ള മോചനമാണ്. പക്ഷെ ഇന്ന് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ പാപത്തിന് അടിമകളാണെന്ന് ക്രിസ്തു പറഞ്ഞിട്ടില്ല എന്ന നിലയ്ക്കാണ്. എങ്ങനെയാണ് പാപത്തിൻ്റെ അടിമയാകുക? അത് ക്രിസ്തുവിനെ നാം നിഷേധിക്കുമ്പോഴാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയാത്ത വിധം ലോകത്തോടുള്ള മൈത്രിയാണ് പാപം. അങ്ങനെ ലോകത്തോട് മൈത്രി ഉണ്ടാകുമ്പോൾ നാം നിഷേധിക്കുന്നത് അപരത്വത്തെയാണ്. നാം നമ്മെ തന്നെയാണ് പൂജിക്കുന്നത്. നാം നമ്മുടെ യുക്തിയിലാണ് ജീവിക്കുന്നത്. നമ്മുടെ യുക്തി എപ്പോഴും നമ്മെ ഭരിക്കുന്ന ഒന്നായി മാറിയാൽ നിശ്ചയമായും നാം അടിമത്തത്തിലായി പോകും. അപ്പോൾ സ്വതന്ത്രമായ യുക്തിയിലേക്ക് വരണമെങ്കിൽ സ്വന്തമായ യുക്തിയെ നാം നിഷേധിക്കേണ്ടി വരും. പാരമ്പര്യങ്ങൾ മാത്രം നിഷേധിച്ചാൽ പോരാ, സ്വതന്ത്രതയ്ക്ക് ആവശ്യമുള്ളത് അവനവനിൽ നിന്നുള്ള വിമോചനം കൂടിയാണ്. അതുകൊണ്ടാണ് പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണെന്ന് പറയുമ്പോൾ ആ അടിമത്വത്തിൽ നമ്മെ വിമോചിപ്പിച്ച ക്രിസ്തുവിനെ കൂടി അവിടെ നിന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തു നിങ്ങളെ വിമോചിതരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ വിമോചിതരാണ്. യേശു അവനവൻ്റെ കുടുക്കിൽ നിന്ന് പുറത്തു കിടക്കുന്നുണ്ട്. സ്വന്തം
വേദനകളെയും പീഡകളെയും അംഗീകരിക്കാൻ കഴിയാതെ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അതേ ക്രിസ്തു നിന്റെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടി എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. കുരിശിൽ കിടന്ന് കഠിനമായ വേദനയുടെ സമയത്ത് പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ക്രിസ്തു അവനവനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട്, സ്വാതന്ത്ര്യം എന്നത് വ്യക്തിപരമായി നമുക്കുണ്ടാകേണ്ട ഒരു ഉയർച്ചയാണ്. എൻ്റെ ഇഷ്ടങ്ങളിൽ നിന്ന്, താല്പര്യങ്ങളിൽ നിന്ന്, ഞാൻ എന്താണെന്ന് ഞാൻ കരുതുന്നുവോ അതിൽ നിന്ന് പുറത്തു കടന്ന് ഞാൻ അപരത്വത്തിലുണ്ടെന്നും അപരോന്മുഖമായാണ് ജീവിക്കേണ്ടതെന്നും അപരനിലാണ് ക്രിസ്തുവെന്നും തിരിച്ചറിയുന്ന നിലയിലേക്കാണ്. അതുകൊണ്ട് ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും പ്രകാശമാനമായ ഒരു വിശ്വാസ ബോധ്യത്തിലേക്ക് ഹൃദയം എത്തിച്ചേരുന്നതിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം. പാപത്തിന്റെ അടിമകളാണ് പാപം ചെയ്യുന്നവർ എന്ന് പറയുന്ന ക്രിസ്തു പറയുന്നുണ്ട്, അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ ഭവനത്തിൽ വസിക്കുന്നു. പുത്രൻ ഭവനത്തിൽ വസിക്കുന്നത് ദൈവത്തിൽ വസിക്കുന്നതിനെ കുറിച്ചാണ്. നാം എപ്പോഴും വസിക്കുന്നത് ദൈവത്തിലാണെന്ന് ബോധ്യം ഉണ്ടാകുമ്പോൾ നിശ്ചയമായും നാം പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിതരായിട്ടുണ്ട്. പുത്രൻ നമ്മളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. യോഹന്നാൻ 8:36 പറയുന്നു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. യേശുക്രിസ്തുവിൽ നാം സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. നാം സ്വാതന്ത്ര്യം പ്രാപിച്ചത് ലോകത്തിൽ നിന്നാണ്, പിശാചിൽ നിന്നാണ്, പാപത്തിൽ നിന്നാണ്, നമ്മിൽ നിന്നുകൂടിയാണ്. ഞാൻ എന്നെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ഞാൻ ഈ വിമോചനാവസ്ഥ അനുഭവിക്കാൻ തുടങ്ങും. അതുകൊണ്ട് എന്നെ എത്രത്തോളം എനിക്ക് നിഷേധിക്കാൻ കഴിയുന്നുവോ, എത്രത്തോളം ക്രിസ്തുവിലേക്ക് ഞാൻ മുന്നേറുന്നു, അപരത്വത്തെ എത്രമേൽ ഞാൻ മാനിക്കുന്നുവോ അപ്പോൾ ഞാൻ ക്രിസ്തുവിലേക്ക് മുന്നേറുന്നു. ഓരോ ചൂടും ക്രിസ്തുവിലൂടെയാണ് സ്വാതന്ത്ര്യാനുഭവമായിട്ട് മാറുക. യോഹന്നാൻ 8:37 ഈശോ പറയുന്നു, നിങ്ങൾ അബ്രഹത്തിന്റെ സന്തതികളാണെന്ന് എനിക്കറിയാം, എന്നിട്ട് നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ അടിമത്തത്തിൽ കഴിയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കണം, നമുക്ക് അടിമത്തം ഉണ്ടാകുന്ന എപ്പോഴാണ്? അപരത്വ നിഷേധം ഉണ്ടാകുമ്പോഴാണ്. നമ്മൾ നേരിട്ട് ആരെയും കൊല്ലുന്നുണ്ടാവില്ല, പക്ഷേ നമ്മൾ മറ്റുള്ള അഭിപ്രായങ്ങളെ കൊല്ലുന്നു, മറ്റുള്ളവർക്കുള്ള ഇടം നഷ്ടപ്പെടുത്തുന്നു, അവരെ ഹൃദയത്തിൽ സ്വീകരിക്കാതെയാവുന്നു, അവരിന് സ്നേഹം കൊടുക്കാതെയാവുന്നു. സ്നേഹിക്കാത്തവൻ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവനാണ് നിയമത്തെ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ സ്നേഹവിരുദ്ധമായി പോകുന്നിടത്തൊക്കെ നാം ക്രിസ്തുഘാതകരായിട്ട് മാറുന്നുണ്ട് എന്ന കാര്യം ഓർക്കണം. ജീവന്റെ സമൃദ്ധിയായ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കേണ്ട നാം സ്നേഹനിഷേധികളായി മാറുമ്പോൾ ക്രിസ്തുഘാതകരായിട്ട് മാറുന്നുണ്ട് എന്ന പരമാർത്ഥം നാം ഓർക്കാതിരുന്നുകൂടാ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ സ്വാതന്ത്ര്യം മറ്റുള്ളവരെ അംഗീകരിക്കലാണ്, മറ്റുള്ളവർക്ക് ഇടം കൊടുക്കലാണ്, ഹൃദയം തുറവിയുള്ളതായി മാറുന്നതാണ്. നമുക്കെപ്പോഴും മറ്റുള്ളവരെ ഭയമാണ്. ഒരു ശത്രുഭയം എപ്പോഴും നമ്മെ പിന്തുടരുന്നുണ്ട്. മരണമെന്ന അവസാന ശത്രുവും തോൽപ്പിക്കപ്പെട്ടു, എന്നിട്ടും നമുക്കൊരു പരിമിതി അനുഭവപ്പെടുന്നുണ്ട്. സഹോദരനാണോ ശത്രു? അയൽവാസിയാണോ ശത്രു? അടുത്തുള്ളവനാണോ ശത്രു? മറ്റു മതസ്ഥരാണോ ശത്രുക്കൾ? ഇങ്ങനെ ശത്രുഭയം എപ്പോഴും നമുക്കുണ്ട്. പിശാചിനെയും ഒരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ചുറ്റിലും ശത്രുക്കളാണ് എന്നൊരു ബോധം നമ്മെ അടിമപ്പെടുത്തുന്നു. റോമർ 8:15 പറയുന്നു, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിന്റെ ആത്മാവിനെയല്ല, പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ മക്കളെന്ന ബോധ്യത്തിൽ ദൈവത്തിന്റെ മക്കളാണെന്നും സുരക്ഷിതരാണെന്നും ക്രിസ്തുവിൽ സാഹോദര്യമുള്ളവരാണെന്നും തിരുസഭയ്ക്കകത്താണെന്നും വിശ്വാസബോധ്യത്തോടെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിന്റെ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയുക. വീടിനകത്ത് പിശാചാണ്, അപരൻ ശത്രുവാണ്, ആഭിചാരം ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കരുത്, അവയിലൂടെയൊക്കെ ആഭിചാരം കടന്നു വരും, ആരെയും സ്നേഹിക്കരുത്, ആരുമായും ബന്ധം പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊരു അടിമത്തമാണെന്ന് നാം തിരിച്ചറിയണം. നിങ്ങളെ ഭയപ്പെടുത്തുന്ന തിന്മകൾ ചുറ്റുപാടും ഇങ്ങനെ അലറുകയാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരായിട്ട് മാറും. പുറത്തൊരു ശത്രു ഇരിപ്പുണ്ടെന്ന് പറയുമ്പോൾ വാതിൽ തുറന്ന് പുറത്തു വരാൻ പറ്റുമോ? അപ്പോൾ ഹൃദയം തുറന്ന് പുറത്തു വരാൻ പറ്റണമെങ്കിൽ, അവരെ പരിമിതിയില്ലാതെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ എന്തിൻ്റെയെങ്കിലുമൊക്കെ പേരിൽ ആളുകളെ വിഭജിക്കുന്ന തന്ത്രങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. അവയൊക്കെ അടിമത്തങ്ങളാണ്, പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെതിരായ തിന്മകളാണ്. അതുകൊണ്ടാണ് മറ്റു സമുദായങ്ങളിലും മനുഷ്യ സമൂഹങ്ങളിലും പെട്ട ആളുകളെ കാണുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകുന്നത്, നമുക്ക് ചില വേഷങ്ങൾ കാണുമ്പോൾ സംശയം ഉണ്ടാകുന്നത്, ഇവരൊക്കെ നമ്മെ ആക്രമിക്കുമോ, ഇവരൊക്കെ നമ്മുടെ ശത്രുക്കളാണോ എന്ന് ചിന്ത ഉണ്ടാകുന്നത്. യഥാർത്ഥ ശത്രുവിനെ നാം പലപ്പോഴും തിരിച്ചറിയാതെ പോവാണ്. യഥാർത്ഥ ശത്രു ആരാണ്? യഥാർത്ഥ ശത്രു എന്നെ അടിമപ്പെടുത്തുന്ന ഭയമാണ്. അഭയമായ ക്രിസ്തുവിലേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ഒന്നിനെയും ഭയക്കേണ്ടതില്ല. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം, നമുക്ക് എല്ലാറ്റിനെയും ഭയമാണല്ലോ. നമുക്ക് രോഗങ്ങളെ ഭയം, മനുഷ്യരെ ഭയം, ആളുകളെ ഭയം, വൈറസിനെ ഭയം, സകലതിനെയും ഭയമാണ്. നമുക്ക് എന്തിനാണ് ഭയമില്ലാത്തത്? നമുക്ക് ഭയമില്ലാത്തത് ദൈവത്തെയാണ്.
ദൈവം നമ്മുടെ കൂടെയാണെന്നും എല്ലാം അറിയുന്നുവെന്നും എല്ലാറ്റിൻ്റെയും ഒടുവിൽ അവൻ്റെ സന്നിധിയിലാണ് നാം എത്തിച്ചേരുക എന്നും ഹൃദയബോധ്യം ഉണ്ടെങ്കിൽ, ഞാൻ പാതാളത്തിൽ കിടക്ക് വിരിച്ചാലും അവിടെ അങ്ങുണ്ടല്ലോ എന്നാണ് ദാവീദ് പറയുന്നത്. അങ്ങനെ എവിടെയായിരിക്കുമ്പോഴും കൂടെ ഉള്ളൊരു ദൈവത്തെ ഹൃദയത്തിൽ ഒരാൾക്ക് കാണാൻ കഴിഞ്ഞാൽ നിശ്ചയമായും ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണെന്ന് ബോധ്യം ഉണ്ടായാൽ നമ്മെ പിന്നെ എതിർക്കാൻ ആർക്കാണ് കഴിയുക? റോമർ 8:31 പറയും, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? വാസ്തവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും എന്നതിനേക്കാൾ കൂടുതൽ ദൈവം നിങ്ങളുടെ അകമേ വസിക്കുമ്പോൾ ആർക്ക് നിങ്ങളെ കൊല്ലാൻ കഴിയും? ആർക്ക് നിങ്ങളെ നിശബ്ദരാക്കാൻ കഴിയും? ആർക്ക് നിങ്ങളെ അടിമപ്പെടുത്താൻ കഴിയും? ദൈവമാണ് ഹൃദയത്തിനകത്തുള്ളതെന്നും ദൈവപുത്ര സ്ഥാനത്തേക്കാണ്, ദൈവമക്കളുടെ സ്ഥാനത്തേക്കാണ് നമ്മളെ എടുത്തിട്ടുള്ളതെന്നും തിരിച്ചറിഞ്ഞാൽ, ക്രിസ്തു വഴി കൂട്ടിച്ചേർത്തിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞാൽ ഭയങ്ങളിൽ നിന്ന് മോചനം നേടാം. അപ്പോൾ നാം മാത്രമല്ല, സകല മനുഷ്യരും, സൃഷ്ടപ്രപഞ്ചം ഒന്നാകെ നമ്മിലാണ് ദൈവത്തിൻ്റെ പക്ഷത്തായിരിക്കുന്നതെന്നും അങ്ങനെ നമ്മിലൂടെ ദൈവസ്നേഹമാണ് ഒഴുകേണ്ടതെന്നും വന്നാൽ നമ്മുടെ ജീവിതം സ്വാതന്ത്ര്യമുള്ളതായിട്ട് മാറും. അപ്പോൾ അപരവിദ്വേഷത്തിൻ്റെ, ശത്രുഭയത്തിൻ്റെ, മരണഭയത്തിൻ്റെ ഒക്കെ പിടിയിൽ നിന്ന് വിമോചിതരാകാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തിരിച്ചറിയണം, ക്രിസ്തുവിലാണ് സ്വാതന്ത്ര്യം. 2 കൊരിന്ത്യർ 3:17 പറയും, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ ധൈര്യപ്പെടുത്തേണ്ടത്, സ്നേഹത്തിൽ ഉറപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് നാം പലപ്പോഴും ഈ ഭയങ്ങൾക്ക് വിധേയപ്പെടുന്നത്, ലോകശക്തികളുടെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്ന് ബോധ്യമുണ്ടായാൽ, അവൻ കൂടെ ഉണ്ടെന്ന് ബോധ്യമുണ്ടായാൽ, അവനാണ് സർവ്വം നിയന്ത്രിക്കുന്നതെന്ന് ബോധ്യമുണ്ടായാൽ, ജീവിതാനുഭവങ്ങളെല്ലാം ദൈവദാനമാണെന്ന് ബോധ്യമുണ്ടായാൽ നമുക്ക് സ്വസ്ഥതയോടെ അവൻ്റെ മടിയിലിരിക്കാൻ കഴിയും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അപരത്വത്തോട് സ്നേഹവും കരുതലുമുള്ളവരായി മാറുമ്പോൾ നിശ്ചയമായും ദൈവസ്നേഹാനുഭവത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും. അവനവനെ നിഷേധിച്ച് അവരന് വേണ്ടി എത്രത്തോളം നിലകൊള്ളാൻ പറ്റുന്നുവോ അത്രത്തോളം നാം ആത്മാവിലാണ് വ്യാപരിക്കുന്നത്. അവനവനിലേക്ക് എത്രത്തോളം നാം കുടുങ്ങിപ്പോകുന്നുണ്ടോ അവിടെയൊക്കെ ഭയത്തിൻ്റെ ആത്മാവ് നമ്മെ അടിമപ്പെടുത്തുന്നു, ലോകത്തിൻ്റെ ആത്മാവ് നമ്മെ അടിമപ്പെടുത്തുന്നു എന്നും നാം തിരിച്ചറിയണം. 1 കൊരിന്ത്യർ 7:23 പറയും, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, മനുഷ്യരുടെ അടിമകളാകരുത്. നാം പലപ്പോഴും മനുഷ്യരുടെ അടിമകളായി പോകുന്നുണ്ട്. മറ്റുള്ളവർ എന്ത് കരുതും, അവരെന്ത് പറയും, ആളുകളുടെ മുമ്പിൽ എങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കാൻ പറ്റുക, അങ്ങനെ നിരവധിയായ ഭാരങ്ങൾ നമ്മെ വലയം ചെയ്യുന്നുണ്ട്. ഒരു വീട്ടിൽ വലിയ വഴക്ക് നടക്കുകയാണ്, വലിയ ബഹളം, ഭാര്യയും ഭർത്താവും തമ്മിൽ അടികൂടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഭാര്യ പറയാണ്, നിങ്ങളിങ്ങനെ ഒച്ചയെടുക്കാതിരിക്കും, മറ്റുള്ളവർക്ക് കേൾക്കും. നമ്മുടെ കുടുംബത്തിൽ സമാധാനം തകർന്നതിൽ കുഴപ്പമില്ല, നമ്മുടെ വീട്ടിൽ കലഹം ഉണ്ടായതിൽ കുഴപ്പമില്ല, ആരെങ്കിലും കേട്ടാലോ എന്നാണ്. ആരെങ്കിലും കേട്ടാൽ നമുക്കെന്താ? ആരെങ്കിലും കേൾക്കുന്നതാണോ പ്രധാനം? ഞാൻ എങ്ങനെയായിരിക്കുന്നതല്ലേ? മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് കരുതി കുർബാന സ്വീകരിക്കുന്നവരുണ്ട്. മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് കരുതി നാം ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊക്കെ പോകുന്നത് മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് കരുതിയിട്ടാണ്. ദുഃഖ വെള്ളിയാഴ്ചയാണ്, പള്ളിയിൽ പോ മനുഷ്യ, മറ്റുള്ളവർ എന്ത് കരുതും? മറ്റുള്ളവർ എന്ത് കരുതിയാലെന്താ? എനിക്ക് എന്നെ കരുതുന്ന ദൈവത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പം അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട്, ഹൃദയം ദൈവത്തിന് അർപ്പിക്കുക എന്നൊരു പ്രവൃത്തി ഉണ്ടാകണം. അങ്ങനെ പ്രവർത്തിച്ച ഒരാളുടെ തിരുനാളാണ് സ്വർഗാരോപണ തിരുനാൾ. മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് സഭ വിശ്വസിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് മറിയത്തിൻ്റെ ജീവിതമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ നിമിഷം മുതൽ കുരിശിൻ്റെ ചുവട്ടിൽ അവൾ നിൽക്കുന്നത് വരെയുള്ള മുഹൂർത്തത്തിൽ അവളുടെ ജീവിതം അനുഭവിച്ച എല്ലാ വേദനകളും അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവയെല്ലാം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചു. പരാതിയില്ലാതെ, പരിഭവമില്ലാതെ ദൈവത്തിൻ്റെ അടിമ ദുലയ്യ എന്ന മനോഭാവത്തോടെ ജീവിച്ചു. അതുകൊണ്ട് അവൾ നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കും എന്ന കാര്യത്തിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തമായി. പരമപരിശുദ്ധനായ ദൈവത്തെ ഭൂമിയിൽ അവതരിപ്പിക്കാൻ അവൾ പരിശുദ്ധയാകേണ്ടി വരുന്നു. പരിശുദ്ധമ്മയെ പരിശുദ്ധ മറിയമെന്നൊക്കെ വിളിക്കുമ്പോൾ ആളുകൾ പറയും, അതൊരു മനുഷ്യ സ്ത്രീയല്ലേ? അതെ, അങ്ങനെ ഒരു മനുഷ്യ സ്ത്രീ കരം നീട്ടി ദൈവത്തെ സ്വീകരിക്കാൻ അന്ന് തയ്യാറായി. ഇന്നും ദൈവത്തെ സ്വീകരിക്കാൻ നാം തയ്യാറാണെന്ന് ചോദിച്ചാൽ, നമുക്ക് സങ്കടങ്ങളുള്ളപ്പോൾ, കാര്യങ്ങൾ നടക്കേണ്ടപ്പോൾ ദൈവം വേണം. നമ്മുടെ ജീവിതം സുഖസമൃദ്ധമായാൽ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ല. എനിക്കെല്ലാം തികഞ്ഞു എന്ന് ബോധ്യം ഉണ്ടാകുന്ന ഒരാൾക്ക് പിന്നെ ദൈവം വേണ്ട. മറിയം എല്ലാ കാലത്തും മനുഷ്യകുലത്തിന് വേണ്ടി ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൾ. അപ്പോൾ മറിയത്തിൻ്റെ ഭാവത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. മറിയം സ്വർഗാരോപിതയാകുന്നത് എന്തുകൊണ്ടാണ്? സ്വർഗാരോഹണം ചെയ്യുകയാണ് യേശു. മറിയം സ്വർഗത്തിലേക്ക് ആരോപിതയാകുകയാണ്. എന്തുകൊണ്ടാണ് മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് സഭ വിശ്വസിക്കുന്നത്? അതിൻ്റെ പ്രധാന കാരണം, അവൾ തൻ്റെ ജീവിതം സമർപ്പിച്ചു സമ്പൂർണമായി. ദൈവത്തിൻ്റെ ദൂതനോട് പറഞ്ഞ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന വാക്ക് മാത്രമല്ല, ജീവിതത്തിലുടനീളം ക്രിസ്തുബോധത്തിൽ വളർന്ന് അവസാനം കുരിശിൻ്റെ ചുവട്ടിൽ അവൻ്റെ മരണം കണ്ട് അവനെ മടിയിലെടുക്കുന്ന അവസാന മുഹൂർത്തം വരെ
ആ സഹന ജീവിതത്തിന്റെ കൂടെ അവളുണ്ട്. ക്രിസ്തു ശരീരത്തിലേറ്റ പീഡകളൊക്കെ ഹൃദയത്തിലേറ്റുവാങ്ങിയ ഒരാളാണ് മറിയം. സ്വന്തം മകൻ കഠിനമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ, ചെയ്യാത്ത തെറ്റുകൾക്ക് കുറ്റാരോപിതനാകുമ്പോൾ, ക്രൂശിതനാകുമ്പോഴൊക്കെ ഉള്ളുപിടയുന്നത് അവളുടെയാണ്. അങ്ങനെ ആ ഉള്ളുപിടച്ചിലിന്റെ നേരത്തൊരിക്കൽ പോലും ദൈവനിഷേധത്തിലേക്ക് പോകാതെ അവൻ പറയുന്നത് ചെയ്യുവിനെന്ന് പറയാൻ കരുത്തുള്ളവളായി മറിയം നിന്നു എന്നതിൽ നിന്നാണ് മറിയം സ്വർഗാരൂപിതയായി എന്ന് നാം വിശ്വസിക്കുക. അതുകൊണ്ട് പരിശുദ്ധമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ കൂടുതൽ കരുത്ത് പകരും എന്ന് നാം തിരിച്ചറിയണം. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, മറിയം സ്വതന്ത്രയാണ്. മറിയത്തിൻ്റെ സ്വാതന്ത്ര്യം നന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്. ദൈവത്തിനോട് ആമേൻ പറയാനുള്ള സ്വാതന്ത്ര്യമാണ്. നമുക്കും ആവശ്യമായത് ദൈവികമായ സ്വാതന്ത്ര്യമാണ്. ദൈവത്തിൽ സ്വതന്ത്രരായിരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറ്റണം. ക്രിസ്തുവിൽ അപ്രകാരമായി തീരാൻ, ആത്മാവിൻ്റെ ബലത്തിൽ വളരാൻ പരിശുദ്ധ അമ്മേ, സ്വർഗാരോപണ തിരുനാളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ ആശംസകൾ ഏവർക്കും ഹൃദയപൂർവ്വം നേരുന്നു. ആമേൻ.